ഇരുട്ടിന്റെ പ്രത്യേകത അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ഇരുട്ടൊരുത്തന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവനെ സ്ലോ ഡൗൺ ആക്കും. ഇരുട്ടൊരു കുടുംബത്തിൽ വന്നാൽ, ഇരുട്ടൊരു വ്യക്തിയെ പിടിച്ചാൽ, ഇരുട്ടൊരു തലമുറയെ തൊട്ടാൽ അവൻ ഡെഡ് സ്ലോ ആകും. അവൻ്റെ വേഗത കുറയും. അവന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തില്ല. അവനൊന്നും കാണാൻ കഴിയത്തില്ല. അവനൊന്നും ആസ്വദിക്കാൻ കഴിയത്തില്ല. അവനൊന്നും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. എവിടെങ്കിലും ഒതുങ്ങിപ്പോവും. കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കട്ടിൽ പിടിച്ച് സൈഡിൽ ഇരിക്കുന്നത് പോലെ, കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കസേരയിട്ട് കുത്തിയിരിക്കുന്നത് പോലെ, ഇരുട്ടത്തൊന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതിരിക്കുന്നത് പോലെ ഇരുട്ട് നിന്നെ ലോക്ക് ചെയ്ത് കളയും. എന്നാൽ വെളിച്ചം നിന്റെ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ്. വെളിച്ചം ആ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ ദൈവശക്തി. ചിലർ പറയുന്നു, എൻ്റെ ഭാവി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനൊരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുന്നവനെ പോലെ നിൽക്കുകയാണ്. ഇടത്തോട്ട് പോണോ, വലത്തോട്ട് പോണോ, മുന്നോട്ട് പോണോ, പുറകോട്ടെടുക്കണോ, എനിക്ക് എൻ്റെ അടുത്തത് നെക്സ്റ്റ് എന്തുവാന്ന് കാണാൻ കഴിയുന്നില്ല പാസ്റ്ററെ. എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഭാവി എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. എനിക്ക് ഇടത്തോട്ട് പോകാൻ കഴിയുന്നില്ല. എനിക്ക് വലത്തോട്ട് പോകാൻ. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു ട്രാഫിക് ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? ലൈറ്റ്. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? ലൈറ്റ്. നിന്റെ ലൈറ്റ്, നിന്റെ ഗ്രീൻ ലൈറ്റ് ഓൺ ആയാൽ നിന്റെ വണ്ടി മൂവ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ